ഇതിപ്പോഴെങ്ങാനും ശരിയാവോ? ആവും, ആവണമല്ലോ, കാരണം ഞാനല്ലേ മെക്കാനിക്ക്. അപ്പൊ പിന്നെ ശരിയായതുപോലെ തന്നെ. വയ്യാതരണ കേളപ്പൂനെ കാണാൻ വേണ്ടി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇനിയിപ്പോ വണ്ടിയൊക്കെ ശരിയാക്കി വരുമ്പോ പുള്ളിക്കാരനെ തെക്കോട്ട് എടുത്തിട്ടുണ്ടാവും. അല്ല, നമ്മളെ വണ്ടി തെക്കോട്ടാണ് തിരിഞ്ഞടക്കണ. ആണെങ്കി അങ്ങനെ തന്നെ കിടക്കട്ട്. ഓണാവാത്ത വണ്ടി നമുക്ക് തലേ ചുമന്ന് തിരിച്ചിടാനൊന്നും പറ്റൂലല്ല. നിങ്ങൾക്കൊക്കെ കോമഡി. എന്റെ കല്യാണത്തിന് 1 പവൻ മോതിരം ഈ തള്ളവരലാണല്ല, ഈ കുഞ്ചുവരൽ ഇട്ടെന്നാണ് എന്റെ കേളപ്പാപ്പൂപ്പൻ. എന്നിട്ട് അങ്ങനെ അടുത്ത ദിവസം നിന്റെ അത് ഊരി വാങ്ങിച്ചല്ലേ? അതിന്റെ വിരല് കിടന്നാലേ കളഞ്ഞു പോകുന്ന അപ്പൂപ്പൻ അറിയായിരുന്നു. അതുകൊണ്ടാണ് എന്റെ ഊരി മേടിച്ച. ഭയങ്കരം തന്നെ. പിന്നെ എന്റെ മഹേഷ് മോന്റെ നൂലെട്ടിന്റെ അന്ന് ഈ നീളത്തിലുള്ള 3 പവന്റെ അരഞ്ഞാണോ കൊണ്ടിട്ട് കൊടുത്ത. ഇത്രേ ഉള്ളൂ, ഇത്രയില്ല. അതും അങ്ങനെ ഊരി എടുത്തില്ലേ ജലജേ? അത് അപ്പൂപ്പൻ അറിയായിരുന്നു. അവന്റെ അരിയെ കെട്ടിയാലേ കളഞ്ഞു പോവെന്ന്. നല്ല ദീർഘവീക്ഷണമുള്ള ആളല്ലായിരുന്ന. ദീർഘവീക്ഷണം ഉള്ളത് കൊണ്ടായിരിക്കും ദീർഘശ്വാസം വലിക്കാൻ പോലും പറ്റാതെ അവിടെ കിടക്കണത്. ദൈവദോഷം പറയരുത്. കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയാൻ പറ്റൂ. ഓ, കണ്ണിന്റെ വില അറിയാൻ എന്നെ അങ്ങേര് കാണുമ്പോ വാരിക്കോരി തന്നോണ്ടിരുന്നല്ല കൊറേ. നമ്മുടെ വീടിന്റെ പുറകിലുള്ള മൂവണ്ടം മാവിന്റെ തൈ ആരുകൊണ്ട് നട്ടേണ്? അതില് സീസൺ ആവുമ്പോ 200-400 മാങ്ങ അല്ലേ കാച്ചി വരണത്. അതിന് മാങ്ങാ സീസൺ ആവുമ്പോ അങ്ങേരല്ലേ ഫുള്ള് പറിച്ചോണ്ട് പോണത്. എന്നിട്ട് എന്റെ 2 കണ്ണിമാങ്ങ എടുത്തിട്ട് പറയും, മക്കളെ കൊണ്ട് അച്ചാറുടെ രഘുവേന്ന്. കള്ളക്കാവറക്കി. അതും അപ്പൂപ്പൻ അറിയായിരുന്നു. മാങ്ങ കളഞ്ഞു പോകുന്നായിരിക്കും. വണ്ടി ഒന്ന് ഓണായി കിട്ടിയെന്ന് എവളെ കയറ്റത് വേറെ ഉള്ളവന്മാരും കയറ്റിക്കൊണ്ട് പോവായിരുന്നു. അല്ല, ഇത്രയും നാളെ നിനക്ക് അങ്ങേരെ കാണേണ്ടല്ല. ഇപ്പൊ എന്ത് കാര്യം കാണാനായിട്ട്? ഇട്ടതെല്ലാം ഊരിക്കൊണ്ടു പോയില്ലേ? ഇനി അവസാന നിമിഷമെങ്കിലും ഊരാതെ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ടു തന്നാലോ? ഓ ഓ ഓ, അതാണ് രഘുവിന്റെ ഗള്ളി തന്നെ നീ. പാവ അപ്പൂപ്പൻ. പെട്ടെന്ന് വണ്ടി ശരിയാക്കി, അല്ലെങ്കിൽ മോതിരം ഞാൻ ആരെയും എടുത്തോണ്ട് പോകും. ഇപ്പോഴൊരു ഉഷാർ വന്ന ഇപ്പൊ ശരിയാക്കി തരാം. ആദ്യമായിട്ടാണ് ഒരു മോഷണം സക്സസ് ആവണം. ഈ മോഷണം നമ്മൾ എങ്ങനെ നടത്തിയ വിളിക്കാണ്. ചോര. ഏതൊരു മംഗളകാര്യം നടന്നതിന് ശേഷം ചോര കാണാൻ നല്ലതാണ് ആശാനെ. മംഗളകാര്യം നടക്കുന്നതിന് മുമ്പല്ലേ ചോര ആണ് നല്ലത് തന്നെ. പക്ഷെ നമുക്കിപ്പോഴാണല്ലോ ചോര കണ്ടത്. ആശാനെ, ഈ 10,000 രൂപ കയ്യിൽ വെച്ചേക്കണ അത്ര സേഫ് അല്ല. കള്ളന്മാരെ അടിച്ചു മാറ്റാൻ നല്ല സാധ്യതയുണ്ട്. നമ്മുടെ നാട് കള്ളന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. സത്യം. വല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. നമുക്ക് ഈ പൈസ ബാങ്കിൽ കൊണ്ടിട്ടല്ല. വെരി ഗുഡ്. FD തന്നെ ഇടാം. നീ വാ. എടോ കോൺസ്റ്റബിൾ, ഇയാളെ ഊതിപ്പീരി. താൻ വെള്ളം അടിച്ചാടോ? ഓ സാർ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മോട്ടർ നിറച്ച് വെള്ളം അടിച്ചിട്ടാണ് ഇറങ്ങിയ. അതല്ല, കുടിച്ചിട്ടുണ്ടോന്ന്. വരുന്ന വഴിക്ക് ഒരു ആപ്പിൾ ജ്യൂസ് കുടിച്ചു. കോൺസ്റ്റബിൾ, ഇവനെ ഊതിപ്പിക്കണ്ട. താങ്ക് യു സാർ. പിടിച്ച് വണ്ടി കയറ്റി തെളിയാത്ത എല്ലാ കേസും തലയിൽ കെട്ടി വെക്കണം സാർ. ബ്ലഡി റാസ്കൽ. കേറാ കേറാ കേറാ. ദൈവമേ, SI സോമപിള്ള. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയാൽ നമ്മൾ എന്തായാലും തൂക്കും. ഈശ്വര, ഇപ്പൊ എന്ത് ചെയ്യും? കുറെ നേരമായില്ല, വണ്ടി ഇപ്പോഴെങ്ങാനും ശരിയാവോ? ഇതിന്റെ പ്രശ്നം എന്താണെന്ന് നീ പറഞ്ഞെന്നാ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. നമ്മളെ ഭാഗ്യത്തിന്റെ തുറന്നു ഇരിക്കണം. തൽക്കാലം പൈസ ഇതിന്റെ അകത്തിരിക്കട്ടെ. SI പോയി മുഖം കാണിച്ച് തിരിച്ചു വന്നതിന് ശേഷം പൈസ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോവാം. എടാ, നമ്മള് പറഞ്ഞതിന് മുമ്പേ ഇവർ ഈ വണ്ടി എടുത്തോണ്ട് പോയാലാ? പണിയായ വണ്ടി കുറെ സമയം എടുക്കും ശരിയാക്കാൻ. എങ്കി ഓക്കെ. SI സാറേ, സുഖാണോ? ഇപ്പൊ ഒരു സുഖം കിട്ടി. എല്ലാ കാര്യം ഉണ്ടായിരുന്ന. ഇപ്പൊ മോഷണമൊന്നും ഇല്ലടാ. മെനങ്ങാന്ന് പണിമുടക്കിന്റെ ഒരു മോഷണം ഉണ്ടായിരുന്നു. വീട്ടിൽ കയറി ഇപ്പൊ സമരക്കാര് കയറി വന്നിട്ട് പറഞ്ഞു ഇന്ന് ജോലി ചെയ്യാൻ പറ്റൂലെന്ന്. ഇറക്കി വിട്ടവിടെ നിന്ന്. സാറേ, ഇപ്പൊ ജയിലിൽ കൊതുവൊക്കെ ഉണ്ടാ? ജയിലിൽ കൊതുവൊന്നും ഇല്ല, പക്ഷെ ഇപ്പൊ ഒരു കൊതു കിടന്ന് എന്നെ കൊത്തുന്നുണ്ട്. അടിച്ചു കൊല്ലണം സാറേ. കൊതു ചത്ത്. ഇപ്പൊ സമാസമായി. പിന്നെ ശരി സാറേ, പോണ്. വണ്ടി ഇനി ആരെങ്കിലും തള്ളി തന്നാലേ സ്റ്റാർട്ട് ആവൂ ജലജെ. എന്റെ മോതിരം 2 അടി കിട്ടിയാലെന്ത്? ഇങ്ങനെ രക്ഷപ്പെട്ടില്ലേ നമ്മള്? അണപ്പല്ലുള്ള വ്യാന്തം.
ഹേ ബ്രോ, യെസ്, ഈ വണ്ടി ഒന്ന് തള്ളി തരൂ, സ്റ്റാർട്ട് ആവണില്ല. വൈ നോട്ട്? വാടാ ഒന്ന് സഹായിച്ചു കൊടുത്തേക്ക്. അപ്പൊ തള്ളി തുടങ്ങാം. തള്ളിക്കോ. പെട്ടെന്നാവട്ടെ. വണ്ടിക്കകത്ത് തള്ളയും കയറി ഇരുന്ന് എന്തിനാണ് വെറുതെ വള്ളി പിടിച്ചു വെച്ചത്? മര്യാദക്ക് സ്കൂട്ടായ പോരെ ഇരുന്ന. എടാ, ഒരാൾ ഉപകാരം ചോദിച്ചു വന്നാൽ നമ്മൾ ചെയ്തു കൊടുക്കണം. അത് ചെയ്തു കൊടുത്ത ഉപകാരത്തിന് പകരമായി നമുക്ക് 10,000 മടങ്ങ് നന്മ കിട്ടുമെന്നാണ് പറയണ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. തള്ള തള്ള. ഇതുപോലെ വീട് വരെ തള്ളി തന്നിരുന്നെങ്കിൽ പെട്രോൾ ലാഭിക്കാം. അന്നില്ലേ ജലജെ? തന്നെ തന്നെ. ആ വണ്ടി സ്റ്റാർട്ടായി. വണ്ടി സ്റ്റാർട്ടായി. അപ്പൊ താങ്ക്സ് ബ്രോ. കാണാം. ടാറ്റാ. ടാറ്റാ. ആശാനൊരു പ്രശ്നമുണ്ട്. എന്തരടാ? നമ്മൾ തള്ളിക്കൊടുത്തു വിട്ടില്ലേ, ആ വണ്ടിക്കകത്താ നമ്മൾ പൈസ വെച്ചേക്കണ. പോയി വണ്ടി പിടിയടാ. അയ്യോ, വണ്ടി ഒന്ന് നിർത്തണ, ആള് കയറാണ്ടേ. വണ്ടി നിർത്താം. ആശാനെ, ഇത് തന്നെ വണ്ടി. എന്താ നിനക്ക് ഇത്ര ഉറപ്പ്? അതൊരു കാറായിരുന്നു. പോയി എടുത്തിട്ട് വാ. ഇത് തന്നെ വണ്ടി, ആരും കാണരുതേ. പൂട്ടിയിട്ടില്ല. ആശാനെ, കാറ് നമുക്ക് വീണ്ടും അനുകൂലം. കിട്ടി. Yes, good job, my son. Come on, come on. കള്ളക്കിളവൻ കേളപ്പൻ പെട്രോൾ അടിച്ച് പോയത് വെറുതെ ആയി. മോതിരവും കിട്ടിയില്ല, അരഞ്ഞാണവും കിട്ടിയില്ല. ഇതാരീ കാറിന്റെ ഡിക്കി തുറന്നിട്ട്. അതെ, വണ്ടി ഒന്ന് ലോക്കാക്കിയോളേ. വാ വാ. ചതിച്ചല്ലോ ഭഗവതി. ആശാനെ, ആശാനെ. ആരാ? ചേട്ടാ, ഞാൻ മരം മുറിക്കാൻ വന്ന ആളാണ്. ഈ ശബ്ദവും ഈ രൂപവും ഞാൻ എവിടെയോ. ഇവിടെ ആരും മരം മുറിക്കാൻ വിളിച്ചിട്ടില്ലല്ല. വിളിക്കാതെ ഞങ്ങള് വലിഞ്ഞേറി വരും. അതാണ് ഞങ്ങളും മരമായിട്ടുള്ള ആത്മബന്ധം. ഇവിടെ മുറിക്കാൻ മരമൊന്നുമില്ല. പൊക്കിയോ. അങ്ങനെയാണെങ്കിൽ കാറിന്റെ താക്കോലം തരോ? എന്തിന്? കാറ് കഴിവിട്ട് തരാം. പ്രത്തി വെച്ച് എന്ത് ജോലിയും ചെയ്യും. ഇതാര്? ചേച്ചി, ഞാൻ മരം മുറിക്കാൻ വന്നതാണ്. ബാലൻ. നോക്കി നിൽക്കായിരുന്നു. ഒരു 5 മൂട് തെങ്ങിലെ കയറാറുണ്ട്. പെട്ടെന്ന് കയറിയാണ്. അയ്യോ, എനിക്ക് തെങ്ങി കയറാറിലൂടാ. തെങ്ങിനെ മുട്ടിന്ന് മരമൊക്കെ വെട്ടിടാൻ അറിയാളോ. തെങ്ങി കയറാറിലൂടാത്ത മരം വെട്ടുകാരനാ. നീ ഇവിടെ നിന്ന് കയറിയിട്ട് പോയാ മതി. അത് പിന്നെ ചേച്ചി, എനിക്ക് ആശാനെ എങ്ങനെയെങ്കിലും എന്നെ പുറത്തിറക്ക്. ആ ശബ്ദം എവിടെ നിന്ന്? അതെന്റെ മനസ്സ് പറഞ്ഞത്. എന്റെ മനസ്സ് പറയണത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റും. എവിടെയാ ചേച്ചി തെങ്ങ്? തേങ്ങയൊക്കെ കുറവ് തന്നെ. 5 തെങ്ങ ഉള്ളൊന്ന് പറഞ്ഞതാണ്. 15 മൂട്ടിൽ എന്നെ കയറ്റി. ചേച്ചി, വണ്ടിയുടെ താക്കോലം തരോ? എന്തിനടാ? ടിക്കി തുറന്നൊന്ന് വിശ്രമിക്കാൻ. പണി കഴിഞ്ഞാൽ വീട്ടിൽ പൊയ്ക്കോളണം. അല്ല, ഇവിടെ കയറി നിന്നാലേ തേങ്ങ കയറി കൊള്ളേണ്ടി വരും. ഓ ഞാനെന്തൊരു കള്ള ലക്ഷണം. വെട്ടിയ തേങ്ങ വല്ലതും പുറക്കിയെടുത്താന്തോ. ആശാനെ, എന്തായി? 5 കരിക്ക് ഞാൻ വെട്ടിയിട്ടുണ്ട്. നീ ഇറങ്ങുമ്പോ കൂട്ടിയേ. ആശാനെ, അല്ലാതെ ഞാൻ എന്തിനു പറയാണ്ടാ. അവിടെ കിടന്ന് ഞാൻ വരാം. നമസ്കാരം, ഞാൻ സൂര്യൻ നേരിട്ട് എന്ന് പറയുന്ന കേബിൾ ടിവിയുടെ ഓപ്പറേറ്ററാണ് സുഭാഷ്. ഇവിടെ കേബിൾ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു എന്നെ വിളിച്ചായിരുന്നു. ആര് വിളിച്ച്? സൂര്യൻ നേരിട്ട് വിളിച്ചായിരുന്നു. നീ മറ്റേ നേരത്തെ വന്ന തേങ്ങ വെട്ടുകാരൻ? അത് എന്റെ ചേട്ടൻ. ഇത് ഞാൻ, എന്റെ അനിയൻ. ഞാൻ അനിയൻ. ഓ, നിങ്ങൾ ടിൻസ് ആണല്ലേ? അതെ, സി മിസ്റ്റർ ടിൻ ബ്രദേഴ്സ്. ഇവിടുത്തെ കേബിളിന് ഒരു കുഴപ്പമില്ല. TV റിമോട്ട് 2 പ്രാവശ്യം അടിച്ചിട്ടാണോ പ്രവർത്തിപ്പിക്കുന്നത്? അതെ, എനിക്കത് വലിയൊരു പ്രശ്നമാണ്. നമുക്കത് പരിഹരിക്കാൻ ചേച്ചി. വരൂ, കമോൺ. ചേച്ചി, കുടിക്കാൻ ഇച്ചിരി വെള്ളം. കൊണ്ടുവരാ. താക്കോൽ എവിടെ ഇരിക്കണം? കറിയില്ല. എന്തായിരുന്നു തപ്പണ? ടിവിയുടെ റിമോട്ട് കണ്ടില്ല ചേച്ചി. പിന്നെ നിന്റെ കയ്യിലിരിക്കണത് അമ്പഴങ്ങേ.
കറക്റ്റ് അമ്പഴങ്ങല്ലേ? ചേച്ചി വണ്ടിയിലെ താക്കോലം തരോ, വണ്ടി ഒന്ന് മാറ്റിയിടാൻ. ഈ സൂര്യന്റെ പ്രകാശം അടിച്ചാണ് ടിവിയിലെ റിമോട്ട് വർക്കാവണത്. ഇപ്പം അവിടെ ഒരു കാർ കിടക്കണോണ്ട് സൂര്യന്റെ പ്രകാശം ഇങ്ങോട്ട് അടിക്കണില്ല, അവിടെ തങ്ങി നിൽക്കാണ്. അപ്പൊ വണ്ടി മാറ്റിയിടേ, അല്ലെങ്കിൽ ഡിക്കി വർക്ക് എന്തെങ്കിലും ചെയ്താൽ അവർ രക്ഷപ്പെടും. അല്ല, സൂര്യന്റെ രശ്മികൾ രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്ന് ടി വി റിമോട്ട് ഓണാകും. അപ്പൊ രാത്രിയില സൂര്യന്റെ പ്രകാശം റിമോട്ടിന് വേണ്ടേ? അങ്ങനെയൊക്കെ ചോദിച്ചാ ഒരു കൃത്യ മറുപടി ഇല്ല. ഏതായാലും വണ്ടി മാറ്റാൻ പറ്റൂല. ഭർത്താവിന്റെ കയ്യിലാണ് താക്കോലിരിക്കണത്. ജംഗ്ഷനിൽ പോയിരിക്കണം, വരാൻ വൈകും. ആശാനെ, എനിക്ക് ശ്വാസം മുട്ടണ്. മുട്ടും ശ്വാസമല്ലേ, മുട്ടാതെ എവിടെ പോവാൻ? ഞാൻ പിന്നീട് വന്ന് മുട്ടിക്കോളാം കേട്ടാ. എടോ, കാർ ഞാൻ സർവീസ് സെന്ററിൽ കൊടുത്ത് ഇന്നലെ കഴിപ്പിച്ചതാണ്. സർവീസ് സെന്ററിൽ അവന്മാര് കഴിവണക്കല്ലേ ഞാൻ കഴിവണത്. എന്താണ് നിങ്ങളെ കഴിവലിന്റെ പ്രത്യേകത? പിയേഴ്സ് സോപ്പിട്ട് ഉരച്ച് കഴിവും. സോപ്പാ? എടോ, വണ്ടിയുടെ പെയിന്റോ? എന്റെ കുഞ്ഞമ്മേരെ മോന്റെ കയ്യിൽ വാട്ടർ കളർ ഉണ്ട്, അതിട്ട് അടിച്ചു തരാം. ചേട്ടാ ഫ്രീ ആയിട്ട് ചെയ്തരാട്ടെ. ഫ്രീ ആയിട്ടാണെങ്കിൽ എന്തിനാണെങ്കിലും ചെയ്യട്ടെ. നീ മറ്റേ നേരത്തെ വന്ന കേബിൾ ഓപ്പറേറ്റർ കം മരം വെട്ടുകാരൻ കം ടെൻസ് അല്ലേ? അത് പിന്നെ ചേച്ചി അതിന്റെ വേറൊരു ചേട്ടനാണ്. നമ്മൾ ട്രിപ്പിൾ ടിൻസ് ആണ്. സത്യത്തിൽ നിനക്ക് എത്ര ചേട്ടൻ ഉണ്ടാ? അത് അച്ഛനോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. കൊള്ള. ഇത് വലിയ. ഏതായാലും നീ വന്ന സ്ഥിതിക്ക് വണ്ടിയിലെ ഗ്ലാസ് മാത്രം കൈവിട്ട് പൊയ്ക്കോ. സാറേ താക്കോല തന്നാ താക്കോല് തുടച്ചാരാ? അതൊന്നും വേണ്ട മാത്രം ചെയ്താൽ മതി കേട്ടാ. എന്റെ താക്കോല് കഴിവണം. ഇതാര് കാറിലൊക്കെ ഇപ്പൊ ചെയ്താ? അത് ഞാൻ ഇക്കളുണ്ടാക്കിയത്. ഒരു പ്രത്യേകതര ഇക്കിള് തന്നെ നിന്റെ. അതാരുടെ ഇറങ്ങി പോണ വണ്ടി ഇത്? കണ്ടിട്ട് എലിയെ പോലെ ഇരിക്കണ സാറേ. മനുഷ്യന്റെ രൂപത്തിലുള്ള എലിയ? പിന്നെ ഇന്നലെ സാറിന്റെ രൂപം പോലത്തെ ഒരു ശിവപ്പന്നി ഞാൻ കണ്ടേ ഉള്ളൂ. കള്ളം പറയില്ല ഞാൻ, സത്യം. പോടാ, കഴിവിട്ട് പോടാ, പാട് നോക്കി. ആശാന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി അവിടെ നീ കേട്ട് പൈസ ഇട്. ഏത് പൈസ? എടാ ടിക്കി കയറിയത് നീ പൈസ എടുക്കാനില്ലേ, ആ പൈസ. അത് ഞാൻ എടുത്തില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ആശാനെ? അയ്യേ, അതൊക്കെ മോശമല്ലേ? ഈശ്വര, ഒരു കള്ളന്മാർക്ക് ഈ ഒരു ഗതി വരുത്തരുതേ. വരുത്തൂല. വണ്ടിയൊക്കെ അതുപോലെ അവിടെ കിടപ്പുണ്ട്. ഇന്ന് നമ്മൾ 10,000 കൊണ്ട് ഇവിടെ നിന്ന് പോവും. ആശാനെ, 10,000-ന് എത്ര പൂജ്യമുണ്ട്? പറയുമ്പോൾ എത്ര പൂജ്യമുണ്ട്? അതൊക്കെ പോട്ട്, എന്റെ ഷെയർ എത്രയാണ്? ഒരു ഷെയർ കുനിച്ചെടുത്ത് കൂമ്പിലിടി. ആശാനെ, പിന്നെ അല്ലാണ്ട് ടിക്കി കൊണ്ട് പൈസ വെച്ചിട്ട് ഇത്രയും പൊല്ലാപ്പുണ്ടാക്കിയിട്ട് നിനക്ക് ഷെയർ ഇല്ല. പയറാരാ ഞാൻ. വാ. ഈശ്വര, നമുക്ക് ഒരു പ്രാവശ്യം കൂടെ അനുകൂലമാക്കി തരണേ. പോട്ട് ലോക്കുണ്ട്. ജലജ, പിള്ളേരൊന്നും വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് 2 പേർക്കും കൂടി പുറത്തു പോയി ഫുഡ് അടിച്ചാലാ? കാറില് പോവാം. ഓക്കേ, കാർ അൺലോക്ക്ഡ്. പൈസ. പക്ഷെ ഞാൻ പറഞ്ഞ ഫുഡ് നിങ്ങളും കഴിക്കാവൂ. എന്നാലേ ഭാര്യയും ഭർത്താവും തമ്മിലൊരു സ്നേഹബന്ധം ഉണ്ടാവും. ആയിക്കോട്ടെ, നീ തന്നെ പറ, എന്ത് കഴിക്കണം ഞാൻ? നമുക്ക് മസാല ദോശ കഴിക്കാം. മസാല ദോശ എന്റെ വയറ്റിനെ പിടിക്കൂല, ഛർദിക്കും ഞാൻ. അഴുക്ക സാധനമാണ്. പൈസ കിട്ടിയില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ഷെയർ നിനക്കില്ല. പോടാ. അങ്ങനെ പറഞ്ഞ പറ്റൂല. എന്റെ മുഴുവൻ പൈസ എനിക്ക് വേണം. ഞാൻ തരൂല, എനിക്ക് വേണം. നമുക്ക് കുഴിമന്തി കഴിക്കാൻ ജലജേ. അത് കഴിക്കണ കാട്ടി ഒരു കുഴി കുഴിച്ച് തന്നെ അതിലിട്ട് മൂടിയാതി. എനിക്കും അത് വൈകി പിടിക്കൂല. പിന്നെ നീ എന്തിനും പറഞ്ഞ പുറത്ത് ഫുഡ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയത്? ചിക്കൻ ഇല്ലാതെ എനിക്ക് പറ്റൂല, വെജ് ഇല്ലാതെ എനിക്കും പറ്റൂല. ഒന്നും പറയാൻ പറ്റില്ല. എന്റെ പൈസ എനിക്ക് വേണം. പൈസ തരൂല. ഇതിനിപ്പോ ഉത്തരം കിട്ടാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ പോണ്ട, ഫുഡ് അടിക്കണ്ട, കഴിക്കണ്ട, പോണ്ട. ഡിന്നർ ക്യാൻസൽഡ്, കാർ ലോക്ക്ഡ്. ആശാനെ,
വണ്ടി ലോക്കായ ശബ്ദമല്ല കേട്ടത്. എനിക്ക് ഷെയർ ഒന്നും വേണ്ട, എന്നെ ഡിക്കിന്നൊന്ന് പുറത്തിറക്കി തരൂ. എനിക്കും അതന്നെ പറയാനുള്ള, എന്നെ ഡിക്കി ഒന്ന് പുറത്തിറക്കി തരൂ.